വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം അതായിരിക്കും ഇന്നത്തെ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, 2024 നടന്ന LP എക്സാംസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 15ഓളം സ്റ്റുഡൻസിനെ നമുക്ക് ലോക്ക് ഓഫ് പൈലറ്റ് ആക്കി മാറ്റാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിയിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോ ഏതൊരു എക്സാമിന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ ആ എക്സാമിന് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണുള്ളത്, ഏതൊക്കെ സ്റ്റേജുകളിലൂടെ കടന്നു പോകണം, അതിന് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, എങ്ങനെ പഠിച്ചാൽ കൃത്യമായിട്ടും എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും, ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ജോലി നേടാം. അല്ലെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് അങ്ങനെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ ഇഷ്ടപ്പെട്ട ജോലി നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോ ഇവിടെ ഞാൻ ഒരു ഓവറോൾ സ്ട്രാറ്റജി ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അവസാനം വരാം കേട്ടോ. നമുക്ക് നോക്കാം നമ്മുടെ എക്സാമിന്, നമ്മുടെ ALPയുടെ എക്സാമിന് എത്ര സ്റ്റേജുകളാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടയർ 1 എക്സാം ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടയർ 1 എക്സാം, കമ്പ്യൂട്ടർ ബേസ്ഡ് ടയർ 2 എക്സാം. ഇത് കഴിഞ്ഞിട്ട് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. അതിനുശേഷം നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ, ഇങ്ങനെ 5 പ്രൊസീജിയേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതില് കമ്പ്യൂട്ടർ ബേസ്ഡ് ടയർ 1 ടയർ 2 ഉണ്ട്. അതിനുശേഷം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പോ ഇങ്ങനെ ടയർ 1 ടയർ 2 എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഒരു ഡൗട്ട് ഉണ്ടാവും. ടയർ 1 എക്സാം കഴിഞ്ഞ് ടയർ 1 എക്സാം എഴുതി ജസ്റ്റ് ക്വാളിഫൈ ചെയ്യാൻ അവരെ എല്ലാവരും എടുക്കൂ. ടയർ 2 കഴിഞ്ഞ് അടുത്തൊരു സ്റ്റേജിലേക്കുള്ള പ്രൊസീജിയർ എങ്ങനെയാണ്, സിമ്പിൾ ആയിട്ട് നോക്കാം. അതിനുശേഷം എങ്ങനെ പഠിക്കണം എന്നുള്ളതിലേക്ക് വരാം. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ടയർ 1 എക്സാം എന്ന് പറയുന്നത് ജസ്റ്റ് ക്വാളിഫൈ ആയാൽ മാത്രം മതി. എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് മെറിറ്റ് ലിസ്റ്റിലേക്ക് ടയർ 1ന്റെ മാർക്ക് എടുക്കുന്നതല്ല. ടയർ 1 പക്ഷെ നമ്മൾ ക്വാളിഫൈ ആവണം, എന്നാലല്ലേ ടയർ 2 എക്സാമിലേക്ക് പോകാൻ പറ്റൂ. അതായത് നമ്മൾ ഏത് സോണിലോട്ടാണ് എക്സാം അപ്ലൈ ചെയ്യുന്നത്, നമുക്ക് അല്ലെങ്കിൽ ഏത് സോണിൽ വർക്ക് ചെയ്യാനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്, ആ സോണിലായിരിക്കും നമ്മൾ എക്സാമിന് അപ്ലൈ ചെയ്യുന്നുണ്ടാവുക. ആ സോണിൽ എത്രയാണോ വേക്കൻസി ഉള്ളത് ആ വേക്കൻസിയുടെ 15 ടൈംസ് ആള് കേട്ടോ, ആ വേക്കൻസിയുടെ ടോട്ടൽ 15 ടൈംസ് ആളിനെ 15 ടൈംസ് ആളിനെ ടയർ 2ലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ടയർ 1 എന്ന് പറയുന്നത് സ്ക്രീനിങ് ടെസ്റ്റ് മാത്രമാണ്. ജസ്റ്റ് ക്വാളിഫൈ ആവുക, എത്രയാണോ കട്ട് ഓഫ് വന്നിട്ടുള്ളത് ആ കട്ട് ഓഫ് മാർക്ക് ക്വാളിഫൈ ആയാൽ മാത്രം മതി. ആ മാർക്കിനെ അവസാനത്തെ സ്റ്റേജിലോട്ട് എടുക്കില്ല. എത്രയാണോ ആ സോണിലുള്ള വേക്കൻസി അതിന്റെ 15 ടൈംസ് ആളെ നമ്മൾ ടയർ 2ലോട്ട് എടുക്കും. ഓക്കെ, 15 ടൈംസ് ആളെയാണ് ടയർ 2ലോട്ട് എടുക്കുക. ഈ ടയർ 1ൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞുതരാം. ദെൻ ടയർ 2വില് ശരിക്കും രണ്ടെണ്ണം, പാർട്ട് എ പാർട്ട് ബി, ഇങ്ങനെ രണ്ടായിട്ടായിരിക്കും എക്സാം ഉണ്ടാവുക. ഇതില് പാർട്ട് എയില് നമ്മുടെ മാർഗം, പാർട്ട് എയില് ടോട്ടൽ 90 മിനിറ്റില് 100 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതില് നമ്മൾ സ്കോർ ചെയ്യുന്ന മാർക്ക്. അപ്പൊ നിങ്ങൾക്ക് തോന്നാം ഇവിടെ പാർട്ട് ബി ഇല്ലേ മിസ്സേ, CBT 2ന് പാർട്ട് ബി ഇല്ലേ? പാർട്ട് ബി ഉണ്ട്. പാർട്ട് ബി എന്ന് പറയുന്നത് ടെക്നിക്കൽ ആണ്. അതായത് അവിടെ നമ്മൾ ക്വാളിഫൈ ആയാൽ മാത്രം മതി. ടെക്നിക്കൽ ആണ് ആ ഒരു സെക്ഷൻ. പാർട്ട് ബി ക്വാളിഫൈ ആവുക. പാർട്ട് എയുടെ 50% നമുക്ക് വേണ്ടത്. ആ 50% അവസാന സ്റ്റേജിലേക്ക് എടുക്കും കേട്ടോ. അപ്പൊ പാർട്ട് എയിൽ ഇവിടെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്തോളുക. ഇങ്ങനെ രണ്ടാമത്തെ ടയറും കഴിയുമ്പോൾ വീണ്ടും അവരെ എടുക്കുന്ന ആളുകളുടെ എണ്ണം കുറയ്ക്കും കേട്ടോ. 8 ടൈംസ് ആളെ ആയിരിക്കും CBAT-ലോട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലോട്ട് 8 തവണ 8 ടൈംസ് ആളെ ആയിരിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അതിനുശേഷം കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ റിസൾട്ട് കൂടി വരും. ദെൻ അങ്ങനെ അതായത് ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ഒരു 50% എടുക്കും കേട്ടോ. ഇതിന്റെ ഒരു T സ്കോർ 42 ആണ് ക്വാളിഫൈങ് എന്ന് പറയുന്നത്. ഈ CBAT-ന്റെ 50%ഉം നമ്മൾ എഴുതിയ ടയർ 2ലെ പാർട്ട് എയുടെ 50%, ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നുണ്ടാവുക. അതായത് നമ്മുടെ ടയർ 1 എക്സാം എന്ന് പറയുന്നത് ജസ്റ്റ് ക്വാളിഫൈങ് ആണ്. ഓക്കെ, ടയർ 2 വരുമ്പോഴത്തേക്ക് അതിൽ പാർട്ട് എയും ഉണ്ട് പാർട്ട് ബിയും ഉണ്ട്. പാർട്ട് എയില് ഒരു 90 മിനിറ്റ്സ് 90 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന എക്സാമാ. 100 ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ടാവും. പാർട്ട് ബിയില് 75 ക്വസ്റ്റ്യൻസ് 60 മിനിറ്റ്, 1 മണിക്കൂർ. അങ്ങനെ 2.5 മണിക്കൂറത്തെ എക്സാം. ഈ 2.5 മണിക്കൂർ എക്സാമില് പാർട്ട് ബി ജസ്റ്റ് ടെക്നിക്കലാ, അവിടുന്ന് ക്വാളിഫൈ ആയാൽ മാത്രം മതി. പാർട്ട് എയിലെ മാക്സിമം മാർക്ക് വാങ്ങിച്ചോണം. അവിടുന്നുള്ള 50%, CBAT-ൽ നമ്മൾ വാങ്ങിക്കുന്ന 50%, ഇത് രണ്ടും കൂടി ചേർന്നിട്ടായിരിക്കും നമ്മുടെ ഫൈനൽ മെറിറ്റ്. അതാണ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. CBT 2
പാർട്ട് എയിൽ നമ്മൾ വാങ്ങിക്കുന്ന മാർക്കിന്റെ 50%, സി ബാറ്റിൽ നമ്മൾ വാങ്ങിക്കുന്ന മാർക്കിന്റെ 50%. അങ്ങനെ ടോട്ടൽ ഫൈനൽ മെറിറ്റ് എന്ന് പറയുന്നത് ഇതിനെ രണ്ടിനെയും ബേസ് ചെയ്തായിരിക്കും. ഓർക്കുക, CBT 1 എന്ന് പറയുന്നത് സ്ക്രീനിങ് ടെസ്റ്റ് ആണ്. പക്ഷെ ആ എക്സാം ക്വാളിഫൈ ആയാലേ സെക്കൻഡ് സ്റ്റേജിലേക്ക് നമുക്ക് എൻട്രി ഉള്ളൂ. സോ CBT 1 നിസ്സാരമായിട്ട് കാണാൻ പറ്റൂല. CBT 1 എന്ത് ചെയ്യണം? ക്വാളിഫൈ ആവണം. ഇനി 15 തവണ ആൾക്കാരെ CBT 1 ആ സോണിൽ എത്രയാണോ വേക്കൻസി ഉള്ളത് അതിന്റെ 15 ടൈംസ് ആളെ എടുക്കും. ദെൻ CBT 1 കഴിയുമ്പോൾ CBT 1 15 ടൈംസ് ആളെ CBT 2 എടുക്കും. CBT 2 8 ടൈംസ് ആളെ ആയിരിക്കും സി ബാറ്റിലോട്ട് എടുക്കുന്നുണ്ടാവുക. ഇപ്പൊ ടോട്ടലി സ്റ്റേജുകളെ പറ്റിയിട്ടും ആ ഓരോരോ സ്റ്റേജിലെ എന്താണ് പ്രൊസീജിയർ എന്ന് മനസ്സിലായല്ലോ. CBT 1 പറഞ്ഞിട്ടില്ല ഏതൊക്കെ ഏരിയ പഠിക്കണമെന്നാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. കാരണം CBT 2 അവിടെ നിൽക്കട്ടെ, CBT 2 എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. അത് CBT 1 കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അപ്പൊ CBT 1 എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ പഠിക്കണം അതാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നുണ്ടാവുക. CBT 1 ക്വാളിഫൈയിങ് നേച്ചർ ആണെന്ന് മനസ്സിലായി. ബട്ട് ക്വാളിഫൈ ആവണമെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജിലോട്ട് എൻട്രി ലഭിക്കണമെങ്കിൽ CBT 1 നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, അതായത് നമ്മുടെ സി ബാറ്റ് അല്ലെങ്കിൽ നമ്മുടെ സി ബാറ്റ് അല്ല, നമ്മുടെ ആദ്യത്തെ ടയർ 1 എക്സാം ടയർ 1 എക്സാമിന് നമ്മൾ എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്? എടാ ടോട്ടൽ നോക്കുക, 60 മിനിറ്റ് ആണ് കേട്ടോ, 1 മണിക്കൂർ ഉള്ള എക്സാം. ആ 1 മണിക്കൂറിൽ നമുക്ക് മാക്സിമം നമ്മൾ അറ്റംപ്റ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ടോട്ടൽ 60 മിനിറ്റ് കൊണ്ട് ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് 75 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതം. മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 75 മാർക്ക് കേട്ടോ. അതായത് 60 മിനിറ്റ് കൊണ്ട് 75 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. ഓക്കെ, അപ്പോ ഇവിടെ നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത് 1/3 ആയിരിക്കും നെഗറ്റീവ് ആയിട്ട് ഉണ്ടാവുക. 0.33 1/3 മാർക്ക് 1/3 മാർക്കാണ് ഇവിടെ നെഗറ്റീവ് ആയിട്ട് ഉണ്ടാവുക. ദെൻ നമുക്കറിയാം ഒരുപാട് ആപ്ലിക്കൻസ് അല്ലെങ്കിൽ ഒരുപാട് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒറ്റ ഷിഫ്റ്റിലായിട്ടല്ല എക്സാം കണ്ടക്ട് ചെയ്യുന്ന, മൾട്ടിപ്പിൾ ഷിഫ്റ്റുകളിലായിട്ടായിരിക്കും. അതായത് ഒരുപാട് നമ്പർ ഓഫ് ഷിഫ്റ്റുകളിലായിട്ടായിരിക്കും ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. അതായത് ഒരു ദിവസം ഒരു 3 ഷിഫ്റ്റ് വെച്ചിട്ട് ചിലപ്പോൾ ഒരു 4 to 5 days അല്ലെങ്കിൽ 3 to 4 days ആയിട്ടായിരിക്കും ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ചില ഷിഫ്റ്റ് ഭയങ്കര സിമ്പിൾ ആയിരിക്കും, ചില ഷിഫ്റ്റ് ഭയങ്കര പാടായിരിക്കും, ചില ഷിഫ്റ്റ് ആണെങ്കിൽ മോഡറേറ്റ് ആയിരിക്കും. സോ അതുകൊണ്ട് എല്ലാ ഷിഫ്റ്റിനെയും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നോർമലൈസേഷൻ മാർക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നോർമലൈസേഷൻ മാർക്ക് എന്ത് ചെയ്യും? മൾട്ടിപ്പിൾ ഷിഫ്റ്റിലായിട്ട് നോക്കിയിട്ട് പാടുള്ള ഷിഫ്റ്റ് തന്നെ ഈസി ഷിഫ്റ്റുമായിട്ട് കമ്പയർ ഒക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യും? നോർമലൈസേഷൻ മാർക്ക് കൂടെ നമുക്ക് ലഭിക്കും. ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ ആയോ ടയർ 1 ടോട്ടൽ 1 മണിക്കൂർ കൊണ്ട് 75 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെന്ന് മനസ്സിലായി. ഈ 75 ക്വസ്റ്റ്യൻസിന് ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വെച്ചാൽ 75 നമ്മൾ എത്ര മാർക്ക് വാങ്ങിക്കുന്നു? ഓക്കെ, അവിടെ നെഗറ്റീവ് എന്ന് പറയുന്നത് 1/3 ആണ്. ആ ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്തു? മനസ്സിലായി. എടാ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാ. അതായത് ശരിക്കും CBT 1 മാർക്ക് നമ്മുടെ ഫൈനൽ ലിസ്റ്റിലോട്ട് എടുക്കൂല കേട്ടോ. CBT 2 സി ബാറ്റിന്റെയും കൂടെ 50% ആയിരിക്കും ഫൈനൽ മെറിറ്റ് ലിസ്റ്റിലേക്ക് എടുക്കുന്നുണ്ടാവുക. CBT 1 എന്ന് പറയുന്നത് സ്ക്രീനിങ് എക്സാം മാത്രമാണ്. ഇനി ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ആയി. LPD എക്സാമിന് എത്ര സ്റ്റേജുകൾ ഉണ്ടെന്ന് മനസ്സിലായി. സ്റ്റേജ് 1, സ്റ്റേജ് 2, സി ബാറ്റ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ. ആ ഒരു കാര്യം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി. ഇനി സി ബാറ്റ് 2 അല്ലെങ്കിൽ CBT 2 സി ബാറ്റിന്റെയും 50-50% അതാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിലേക്ക് എടുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. സി ബാറ്റ് 1 ടയർ 1 എക്സാമിന് വേണ്ടിയിട്ട് 60 മിനിറ്റിൽ 75 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെന്നും 1/3 നെഗറ്റീവ് ആണെന്ന് നമുക്ക് മനസ്സിലായി. എടാ ഇനി നോക്കേ, ഇനി ശരിക്കും ഈ ഒരു എക്സാമിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്? നമ്മുടെ മെയിൻ ഫോക്കസ് ടയർ 1 എക്സാം ഇപ്പൊ ക്വാളിഫൈ ചെയ്യാന്ന് തന്നെയാ. 2026 LPD എക്സാമിന്റെ ടയർ 1 നമുക്ക് ക്വാളിഫൈ ചെയ്യണം, വേണ്ടേ? വേണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ പഠിക്കേണ്ടത് മാത്സും റീസണിങ്ങും ജനറൽ സയൻസും ആണ് കേട്ടോ. ഇവിടെയാണ് 2026 ALP മാറ്റങ്ങൾ വന്നത് ഇല്ലേ? 2024 ALP നോട്ടിഫിക്കേഷൻ വന്നു, അതിന്റെ ഫൈനൽ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞു, നമ്മുടെ സ്റ്റുഡൻസ് എല്ലാം ജോലിക്ക് കയറിയിട്ടുണ്ട്.
2025 ALP നോട്ടിഫിക്കേഷന്റെ ടയർ 1 എക്സാം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ഈ കാര്യം പറയുന്നത് വരെ ടയർ 1 റിസൾട്ട് വന്നിട്ടില്ല. ഓക്കെ, ദെൻ അതിനുശേഷം വീണ്ടും ടയർ 2 നടക്കാനുണ്ട്. 2025 എക്സാമിന്റെ ടയർ 2 നടക്കാനുണ്ട്. ഇവിടെ 2026 ALP നോട്ടിഫിക്കേഷൻ വന്നപ്പോണ്ടല്ലോ മാറ്റങ്ങൾ വന്നു. കഴിഞ്ഞ തവണത്തെ ALP എക്സാമിന് മാത്സ്, റീസണിങ്, ജനറൽ സയൻസ്, അതുപോലെ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്കത് പഠിക്കണ്ട. അതായത് മാർക്ക് നമുക്ക് കുറച്ചുകൂടി സ്കോർ ചെയ്യാൻ എളുപ്പമായി. ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സിന് 10 ക്വസ്റ്റ്യൻ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം, അല്ലെങ്കിൽ 10 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെ എന്ന് പറയാൻ നമ്മൾ കറണ്ട് അഫയേഴ്സ് കുറേ ഇരുന്ന് പഠിക്കണം, GK കുറേ പഠിക്കണം. പക്ഷെ ഇവിടെ ആ പ്രശ്നമില്ല. ഇവിടെ ഓൺലി 3 സബ്ജക്ട്സ് മാത്രം ഫോക്കസ് ചെയ്താൽ മതി കേട്ടോ. അതായത് നമ്മുടെ മാത്സ്, റീസണിങ്, ജനറൽ സയൻസ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിയോട് കൂടി, കൃത്യമായിട്ടുള്ള പ്ലാനോട് കൂടിയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഉറപ്പാണ് ഈ വർഷത്തെ ALP എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ടയർ 1 ഒക്കെ സിമ്പിൾ ആയിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് മാത്സ്, റീസണിങ്, ജനറൽ സയൻസ് ഓരോ സബ്ജക്റ്റിലും ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ തന്നെ ക്ലാസ് സീരീസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി എല്ലാം ഞാൻ പറയാം. യൂട്യൂബിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതില് പ്രോപ്പർലി നമ്മുടെ ഓരോ ഫാക്കൽറ്റിയും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ സബ്ജക്റ്റുകളും എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്താണ് പഠിക്കേണ്ടത് എന്നൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യും പറഞ്ഞു. അപ്പൊ ഇപ്പൊ നമുക്ക് വീണ്ടും മനസ്സിലായി 3 സബ്ജക്റ്റുകൾ പഠിക്കണം. മാത്സ്, റീസണിങ്, അതുപോലെ തന്നെ ജനറൽ സയൻസ്. ഈ 3 എണ്ണമാണ് പഠിക്കേണ്ടത്. ഈ 3 ഏരിയ ആണ് കവർ ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലായി. മാത്സ്, റീസണിങ്, അതുപോലെ തന്നെ ജനറൽ സയൻസ്. ഈ 3 ഏരിയ ആണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലായി. ഓക്കെ, എപ്പോഴും ഒരു എക്സാമിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുന്നത് അതിന് തൊട്ടു മുന്നേ നടന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതായത് 2026 ALPക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുന്നത് 2025 നടന്ന ALPയുടെ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഒരു സംശയമില്ല. പാറ്റേൺ വ്യത്യാസം വന്നു. അവിടെ ജനറൽ അവയർനെസ്സും കറണ്ട് അഫയേഴ്സും കൂടി ഉണ്ടായിരുന്നു 2025. 2026 അതില്ല. അതാണ് മെയിൻ വ്യത്യാസം. അപ്പോ 2025 ALPയുടെ എക്സാം 11 ഷിഫ്റ്റുകളിലായിട്ടായിരുന്നു നടന്നത്. നോക്കാം, ടോട്ടൽ 11 ഷിഫ്റ്റുകളില്. ഓക്കെ, അപ്പൊ ഈ 11 ഷിഫ്റ്റുകൾ അനലൈസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു 2026 ALPയുടെ എക്സാമിന് വേണ്ടിയിട്ട് 3 സബ്ജക്റ്റുകൾ പഠിക്കണം അല്ലെ. ഏതൊക്കെയാ? മാത്സ്, റീസണിങ്, ജനറൽ സയൻസ്. ഇപ്പൊ നിങ്ങൾക്ക് വീണ്ടും ഒരു ഡൗട്ട് ഉണ്ടാവും, മിസ്സേ മാത്സ് എത്ര മാർക്കിനാ, റീസണിങ് എത്ര മാർക്കിനാ, അല്ലെ ജനറൽ സയൻസ് എത്ര മാർക്കിനാ? ഈ ഒരു കാര്യം ALPയുടെ നോട്ടിഫിക്കേഷനിൽ പറയുന്നില്ല, മാർക്ക് എത്രയാണെന്ന് പറയുന്നില്ല. അതായത് കഴിഞ്ഞ തവണ നമ്മുടെ 75 ക്വസ്റ്റ്യൻസ് നടന്ന എക്സാമിന്റെ അനാലിസിസ് ഇതാ ഒരു 4 ഷിഫ്റ്റിൽ അനാലിസിസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിൽ നോക്കേ 26ഓളം ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതായത് ഓക്കെ ടോട്ടൽ 75 ക്വസ്റ്റ്യൻസിൽ ഉണ്ടല്ലോ. ഇതാ നോക്ക, 75 ക്വസ്റ്റ്യൻസിൽ 26 ക്വസ്റ്റ്യൻസ് ഈ ഒരു ഷിഫ്റ്റില് മാത്സിൽ നിന്ന് ചോദിച്ചു, 39 ക്വസ്റ്റ്യൻസ് റീസണിംഗ് ചോദിച്ചു, സയൻസിൽ നിന്ന് 8 ക്വസ്റ്റ്യൻ, ജനറൽ അവയർനെസ് 2 ക്വസ്റ്റ്യൻ. ഇനി അടുത്തൊരു ഷിഫ്റ്റ് എടുക്കുവാണെങ്കിൽ 26 മാത്സ്, 39, 8, 2, 40 ക്വസ്റ്റ്യൻസ് ഇവിടെ റീസണിംഗ് 25 മാത്സ്, ഇവിടെ 40 ക്വസ്റ്റ്യൻസ് റീസണിംഗ് 26 മാത്സ്, ഇവിടെ സയൻസിൽ 6, കറണ്ട് അഫയേഴ്സ്. ഈ ഒരു പാറ്റേണിലാണ് 2025 ALP എക്സാം നടന്നത്. നോക്കാം, ഇവിടെ നോക്കാം മാത്സും റീസണിംഗ് കൂടി, അതായത് 9, 6, 15 മുതൽ 65 ക്വസ്റ്റ്യൻസ്. 65 ക്വസ്റ്റ്യൻസ് മാത്സ് ആൻഡ് റീസണിംഗ് ഉണ്ടായിരുന്നു. മാത്സ് ആൻഡ് റീസണിംഗ് നല്ല രീതിയിൽ പഠിച്ചോണം, ആ ഒരു കാര്യം മനസ്സിലായി. 75 ക്വസ്റ്റ്യൻസിൽ 65 ക്വസ്റ്റ്യൻസ് മാത്സ് റീസണിംഗ്. 60 മിനിറ്റേ സമയമുള്ളൂ. 1 മിനിറ്റ് പോലും ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനില്ല. ബാക്കി സയൻസും ജിക്കെയും കൂടി 10 ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പൊ ആ ഒരു രീതിയിലായിരുന്നു കഴിഞ്ഞ വർഷം നടന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ വർഷം നിങ്ങൾ പേടിക്കേണ്ട, ഈ വർഷം നമുക്ക് GK എന്ന് പറയുന്നില്ല, ജനറൽ സയൻസ് ആണ് എന്ന് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട് ഈ പറഞ്ഞത് കൊണ്ട് മാത്സ് റീസണിംഗ് മാത്രം പഠിച്ചിട്ട് പോവരുത് കേട്ടോ. കാരണം മേ ബി ചില ഷിഫ്റ്റുകളിൽ ജനറൽ സയൻസിന്റെ ക്വസ്റ്റ്യൻസ് എണ്ണം കൂടാ. അതുകൊണ്ട് ഈ 3 ഏരിയ കൃത്യമായിട്ട് പഠിച്ചോ. മാത്സ്, റീസണിംഗ്, ജനറൽ സയൻസ്. ജനറൽ സയൻസിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഈ 3 സബ്ജക്റ്റുകൾ നമുക്ക് നല്ലയാ. കാരണം ഇങ്ങനൊരു വന്നൊരു പാറ്റേൺ ചേഞ്ച് നമുക്ക് നല്ല തന്നെയാ. കാരണം ഈ 3 ഏരിയാസ് മാത്രം ഫോക്കസ് ചെയ്താൽ മതിയല്ലോ, മതി.
അപ്പൊ മാത്സ്, റീസണിങ്, അതുപോലെ തന്നെ ജനറൽ സയൻസ്, ഈ 3 ഏരിയ ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ എടാ ഇനിയാണെങ്കിൽ എങ്ങനെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പഠിക്കുക. ഇപ്പൊ എന്തൊക്കെ പഠിക്കണം, എക്സാമിന്റെ മെത്തേഡ് എങ്ങനെയാണെന്ന് മനസ്സിലായി, എന്തൊക്കെ പഠിക്കണമെന്ന് മനസ്സിലായി. ഇനി ഇത് എങ്ങനെയാ പഠിക്കുക, അതായത് എങ്ങനെ പഠിക്കണമെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഓർക്കേണ്ട കാര്യം, നമ്മൾ ലേറ്റസ്റ്റ് പാറ്റേൺ തിയറി ബേസ് ചെയ്ത് തന്നെ നമ്മൾ പഠിക്കണം. അതായത് ലേറ്റസ്റ്റ് ബേസ്ഡ് എക്സാംസ് ചില ക്വസ്റ്റ്യൻസിൽ ചില പാറ്റേണിലൊക്കെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ആ പാറ്റേൺ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ നമ്മൾ പഠിക്കണം. ഓക്കെ, അങ്ങനെ പഠിക്കുക. അങ്ങനെ മാത്സ്, റീസണിങ്, ജനറൽ സയൻസ് സബ്ജക്റ്റുകളുടെ തിയറി ആദ്യം കംപ്ലീറ്റ് ചെയ്യുക. അതായത് ഓരോ ടോപ്പിക്കുകളുടെയും കോൺസെപ്റ്റുകൾ ആദ്യം മനസ്സിലാക്കുക. അതിനെ ബേസ് ചെയ്ത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇത് തന്നെയാണ് നമുക്ക് ഈ എക്സാം ക്ലിയർ ചെയ്യാനുള്ള ഏറ്റവും നല്ല വേ എന്ന് പറയുന്നത്. ടോപ്പിക് വൈസ് തിയറി പഠിക്കുക, കോൺസെപ്റ്റുകൾ ക്ലിയർ ആക്കുക, അതുമായിട്ട് റിലേറ്റ് ചെയ്ത മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. എടാ വീണ്ടും ശ്രദ്ധിക്കുക, ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, എല്ലാ ക്വസ്റ്റ്യൻസും എടുത്തല്ല പ്രാക്ടീസ് ചെയ്യണം. ഡെഫിനറ്റ്ലി നമ്മുടെ 2025-26 അല്ലെങ്കിൽ 2024-25-26 നടന്ന റെയിൽവേ എക്സാമുകളുടെ, റെയിൽവേ നടത്തിയ എല്ലാ എക്സാമുകളുടെയും മാത്സ്, റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തോണം, പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ലേറ്റസ്റ്റ് പാറ്റേൺ ബേസ്ഡ് തിയറി കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്തോണം, മനസ്സിലാക്കിക്കോണം. അതുപോലെ തന്നെ ഡെയിലി പ്രാക്ടീസ് ചെയ്തോണം. എക്സാം ഡേറ്റ് വരട്ടെ പഠിക്കാം, അങ്ങനെയല്ല. നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നിട്ടുണ്ട്, എക്സാം എന്ന് വേണമെങ്കിലും നടന്നോട്ടെ, ഞാൻ എന്ത് ചെയ്യും, ഇന്നോട്ട് കൃത്യമായിട്ട് പഠിക്കും. ആ ഒരു മെന്റാലിറ്റിയിൽ വേണം പഠിക്കാൻ. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും, എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് ഡെയിലി എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്തോണം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, നമ്മുടെ നടത്തിയിട്ടുള്ള എല്ലാ റെയിൽവേ എക്സാമുകളുടെയും മാത്സിന്റെയും റീസണിങ്ങിന്റെയും ക്വസ്റ്റ്യൻസ് ഡെഫിനറ്റ്ലി എന്ത് ചെയ്തോണം, പ്രാക്ടീസ് ചെയ്തോണം. ഓക്കെ എടാ, അതുപോലെ തന്നെ ചില ഷോർട്ട് കട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ, ഷോർട്ട് ട്രിക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ ഒരുപക്ഷെ നിങ്ങളുടെ ഷിഫ്റ്റിലെ മാത്സ് റീസണിംഗ് ആണ് കൂടുതലെങ്കിൽ 65 ക്വസ്റ്റ്യൻസ് 60 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ 65 ക്വസ്റ്റ്യൻസ് ഒരു 50 മിനിറ്റ് കൊണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് ഷോർട്ട് ട്രിക്കുകളൊക്കെ അറിയണം. കാരണം നോർമൽ നമ്മൾ അല്ലാതെ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഇത്രയൊന്നും പെട്ടെന്ന് സോൾവ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഷോർട്ട് ട്രിക്കുകളൊക്കെ പഠിച്ചിരിക്കുന്നതും നല്ലതായിരിക്കും. ഓക്കെ, ഇനി ഈ ജനറൽ സയൻസ് സബ്ജക്റ്റുകളൊക്കെ പഠിക്കുമ്പോൾ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും, മറന്നു. നമ്മൾ മനുഷ്യരല്ലേ, മറക്കും. അപ്പൊ കൃത്യമായിട്ടുള്ള റിവിഷൻ നടത്തി കഴിഞ്ഞാൽ പഠിക്കുന്ന കാര്യങ്ങളെ സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റും കേട്ടോ. അതായത് ഞാൻ എപ്പോഴും ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്, നമ്മൾ മൺഡേ മുതൽ ഫ്രൈഡേ വരെ എന്താണോ പഠിക്കുന്നത്, ആ പഠിക്കുന്ന കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാറ്റർഡേ സൺഡേ യൂസ് ചെയ്യണം. സാറ്റർഡേ സൺഡേ കംപ്ലീറ്റ് റിവൈസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തോണം, യൂസ് ചെയ്തോണം. ഓക്കെ, ദെൻ തിയറി ഒക്കെ അങ്ങോട്ട് ജസ്റ്റ് പഠിച്ചു കഴിഞ്ഞിരിക്കട്ടെ. മാത്സ് റീസണിങ്ങിന്റെ ടോപ്പിക് എല്ലാം കവർ ചെയ്തു. പിന്നീട് വേണ്ടത് കണ്ടിന്യൂസ് മോക്ക് പ്രാക്ടീസ് ആണ്. കൃത്യമായിട്ട് എല്ലാ ദിവസവും എന്ത് ചെയ്യാം, മോക്ക് എക്സാം എഴുതുക, തെറ്റിയ പോർഷൻസ് അനലൈസ് ചെയ്യുക, വീണ്ടും വർക്ക് ചെയ്യുക. മോക്ക് എക്സാം എഴുതുക, ഒരു 3 to 4 മോക്ക് ആകുമ്പോഴത്തേക്ക് എല്ലാ മോക്കിലും ഏത് ഏരിയയിൽ നിന്നാണോ മാർക്ക് കുറയുന്നത് ആ ഏരിയ മനസ്സിലാക്കുക, എന്ത് ചെയ്യുക, അതിനെ പ്രോപ്പർലി ബൂസ്റ്റ് ചെയ്ത് മാർക്കിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നോക്കുക. എടാ ഇത് തന്നെയാണ് പ്രോപ്പർലി പഠിക്കേണ്ട ബെസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞോട്ടെ. അതായത് പ്രോപ്പർലി ഇപ്പൊ നമുക്ക് മനസ്സിലായി, നമ്മൾ കൃത്യമായിട്ട് പ്ലാനോട് കൂടി കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. 100% ഷുവറാണ്. എക്സാം എന്താണെന്ന് മനസ്സിലാക്കി അതിന് കൃത്യമായിട്ട് ഓറിയന്റഡ് ആയിട്ട്, എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ വർഷത്തെ ഏൽപ്പിയുടെ എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിൽ യാതൊരു സംശയമില്ല. ഉറപ്പായിട്ടും ഈ വർഷത്തെ ഏൽപ്പിയുടെ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതെ, നമ്മൾ എത്രത്തോളം കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്നോ, എത്രത്തോളം നമ്മൾ നല്ല സ്ട്രാറ്റജീസ് പഠനത്തിൽ യൂസ് ചെയ്യുന്നോ, അത് തന്നെയായിരിക്കും നമ്മുടെ ഫൈനൽ സെലക്ഷൻ എന്ന് പറയുന്നത്. പഠിക്കുക, ഒരു ദിവസം 6 to 8 മണിക്കൂർ അല്ലെങ്കിൽ 8 to 10 മണിക്കൂറോളം എന്ത് ചെയ്യുക, പഠിക്കുക. ഇപ്പൊ നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്തൊരു ഇയറിലാവുമ്പോഴത്തേക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട ജോലി നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പഠിക്കുക. ഇതായിരിക്കണം നിങ്ങളുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ തന്നെ ഒരു വിശ്വാസം കീപ്പ് ചെയ്യണം കേട്ടോ. നമുക്ക് കിട്ടും, നമ്മളെ കൊണ്ട് പറ്റും, നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യും. നമ്മുടെ വീക്ക് ഏരിയ ഏതാണോ അത് നമ്മൾ മനസ്സിലാക്കും, നമ്മൾ റിസൾട്ടിലേക്ക് എത്തും. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം കൂടി എപ്പോഴും നിങ്ങളുടെ മൈൻഡിലിരിക്കണം. ഓക്കെ, എടാ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഏതൊക്കെ സ്റ്റേജുകൾ ഉണ്ടെന്ന് പറഞ്ഞു തന്നു, എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞു തന്നു. ഇനി
വീണ്ടും നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, മിസ് എങ്ങനെയാണെങ്കിൽ കുറെ കാര്യങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞു, മിസ് പറഞ്ഞു മാത്സ് പഠിക്കണം, റീസണിങ് പഠിക്കണം, സയൻസ് പഠിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇതൊക്കെ എങ്ങനെയാ മിസ് പഠിക്കുക? അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ദിശ അക്കാദമി യൂട്യൂബില് മിഷൻ ലോക്കോ പൈലറ്റ് 2026 ഫ്രീ ക്ലാസ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ജൂൺ 1, 2026 മുതൽ ഫ്രീ ക്ലാസ് സീരീസ് നമ്മുടെ യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ കൃത്യമായിട്ട് ആ സീരീസ് ഫോളോ ചെയ്തോളുക. ഞാൻ പറഞ്ഞില്ലേ, പുതിയ പാറ്റേൺ അനുസരിച്ച് മാറി വന്ന പാറ്റേണുകളിലെ തിയറി ബേസ്ഡ് കോൺസെപ്റ്റുകൾക്ക് അനുസരിച്ച് റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാവും. അത് എങ്ങനെയൊക്കെയാണെന്നുള്ളതും വീക്കിലി എത്ര ക്ലാസ്സുകളാണെന്നുള്ളതും എല്ലാം പ്രോപ്പർലി നിങ്ങളെ അറിയിക്കും. നമുക്കറിയാം ഫോക്കസ് ചെയ്യേണ്ട 3 ഏരിയകൾ മാത്സ്, റീസണിങ്, അതുപോലെ തന്നെ ജനറൽ സയൻസ്. ഇതിന്റെ റെഗുലർ ക്ലാസ്സുകൾ വീക്കിൽ എത്ര ഡേയ്സ് ആണോ പ്ലാൻ ചെയ്യുന്നത് അത്ര ഡേയ്സിലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടി എന്ത് തരും. ഞാൻ പറഞ്ഞോട്ടെ, നമ്മുടെ ജനറൽ സയൻസിന്റെ സെക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ കെമിസ്ട്രി അതിൽ അനിൽ സാറും, ഫിസിക്സ് ബയോളജി സെക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ ഋഷിക മിസ്സും ആയിരിക്കും. കണ്ടന്റ് പാക്ഡ് ആയിട്ട് സയൻസ് സബ്ജക്റ്റുകൾ നിങ്ങൾ വേറെ ഒന്നും ഫോളോ ചെയ്യേണ്ടി വരില്ല. നോർമൽ അതായത് ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു യൂട്യൂബ് സീരീസ് എന്ത് ചെയ്തോളുക, നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്യാനായിട്ട് ട്രൈ ചെയ്തോളൂ കേട്ടോ. ഈ ഒരു യൂട്യൂബ് ക്ലാസ്സുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്തോളുക, ഫോളോ ചെയ്തോളുക. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, മാറി വന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ച് ലേറ്റസ്റ്റ് എക്സാമിന് നടത്തിയ ക്വസ്റ്റ്യൻസ് അനുസരിച്ച് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം റിസർച്ച് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ മുന്നിൽ നമ്മുടെ ഫാക്കൽറ്റീസ് ക്ലാസ്സുകളുമായിട്ട് എത്തുന്നുണ്ടാവുക. നിങ്ങൾക്ക് മാത്സിന്റെ സെക്ഷൻ മെയിൻലി ഹാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ അതുല്യ മിസ് ആയിരിക്കും. മിസ് പ്രോപ്പർലി എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്ത് ക്ലിയർ ആയിട്ടുള്ള വേ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിലായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ റീസണിങ് സബ്ജക്റ്റിലും നമുക്കറിയാം കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ചു കണ്ടത് റീസണിങ് ആണ്. നിങ്ങൾക്ക് എളുപ്പം പഠിച്ചെടുക്കാൻ പറ്റുന്നതും റീസണിങ് ആണ്. അപ്പൊ അതിന്റെ ക്ലാസ്സുകൾ എന്ത് ചെയ്യും, നമ്മൾ പ്രോപ്പർലി നിങ്ങൾക്ക് വേണ്ടി തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ മറക്കണ്ട, ജൂൺ 1 മുതൽ പ്രോപ്പർലി നമ്മൾ യൂട്യൂബില് ഫ്രീ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ എടാ, ഇനി ഒരു പക്ഷേ ഫ്രീ ക്ലാസ്സുകളല്ല, കുറച്ചും കൂടി നിങ്ങൾക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് പ്രോപ്പർലി ഫുൾ ടൈം കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിയോട് കൂടി തന്നെ നിങ്ങൾക്ക് പഠിക്കണം. അപ്പൊ അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് പഠിച്ചാൽ ശരിയാവൂല, ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പഠിക്കണം, അല്ലെങ്കിൽ അങ്ങനെ അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് പഠിക്കണം. അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കായിട്ട് നമ്മുടെ 5 ബ്രാഞ്ചസുകളിൽ ദിശ അക്കാദമിയുടെ ഓഫ്ലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആണ്. എവിടെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിവാൻഡ്രം, കൊല്ലം, കൊട്ടാരക്കര, തൃശ്ശൂർ, കോഴിക്കോട്. ഈ ഏത് സ്ഥലങ്ങളിലാണോ അല്ലെങ്കിൽ ഏത് സ്ഥലമാണോ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ളത് ആ സ്ഥലങ്ങളിൽ പോയിട്ട് കൃത്യമായിട്ട് എക്സാം ക്ലിയർ ചെയ്യുന്ന വേയില് പഠിക്കാനായിട്ട് പറ്റും. തുടക്കത്തിലെ ഞാൻ പറഞ്ഞു, ഇപ്പോ എൽബിയുടെ CBT 1 ഉള്ളത് കേട്ടോ. CBT 1 ഒക്കെ ശരിക്കും നമ്മുടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. CBT 1 ഒക്കെ നമ്മുടെ 5 അക്കാഡമികളായിട്ട് ഒരുപാട് സ്റ്റുഡൻസ് ALPയുടെ ടയർ 1 എക്സാം ഒക്കെ ക്ലിയർ ചെയ്ത. ചിലർക്ക് മെഡിക്കലിന്റെ ഒരു പ്രശ്നം വന്നത് കൊണ്ട് കുറെ പേര് ലാസ്റ്റ് സ്റ്റേജിൽ എന്ത് ചെയ്തു, ഔട്ടായി. പിന്നെ കുറച്ച് പേർക്ക് ടയർ 1 ടെക്നിക്കലിന്റെ പാർട്ട് ക്വാളിഫൈ ആവാനായിട്ട് പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു വർഷത്തെ ഏൽപ്പിക്കുക നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മാക്സിമം സ്റ്റുഡൻസ് നമുക്ക് റിസൾട്ട് നേടണം. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ മെയിൻ. ആ റിസൾട്ടിന് വേണ്ടി നമ്മൾ എങ്ങനെ എന്ത് ചെയ്യും, പഠിക്കും. അപ്പൊ നിങ്ങൾക്ക് ഓഫ്ലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ ഇനിയിപ്പോ ഒരുപക്ഷെ നമ്മുടെ ഓൺലൈൻ കോഴ്സുകളായിട്ട് കൃത്യമായിട്ട് സിലബസ് ഓറിയന്റഡ് കുറച്ചുകൂടി ഓൺലൈൻ കോഴ്സ് ആണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നെങ്കിൽ നമ്മുടെ ദിശ അക്കാദമിയുടെ ഓൺലൈൻ കോഴ്സസും അവൈലബിൾ ആണ്. ഉടനെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷനിൽ ALPയുടെ ലൈവ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് ശരിക്കും ലൈവ് സീരീസ് ആയിരിക്കും ഉണ്ടാവുക. യൂട്യൂബ് ഫ്രീ സെക്ഷനിൽ നമ്മുടെ റെക്കോർഡ് ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ഇനി നമ്മുടെ ആപ്പിലാണെങ്കിൽ ലൈവ് ക്ലാസ്സുകളായിരിക്കും. സോ ഫാക്കൽറ്റീസുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോ ഞാൻ പറഞ്ഞത് മറക്കണ്ട, ജൂൺ 1 മുതൽ നമ്മുടെ ഫ്രീ സെക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ എല്ലാവരും ഏറ്റവും നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ ഇഷ്ടപ്പെട്ട ജോലിയിലേക്ക് എന്ത് ചെയ്യുക, ഡെഫിനറ്റ്ലി ഈ ഒരു വർഷം കൊണ്ട് എത്തിച്ചേരുക. കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്നു, കൃത്യമായിട്ട് പഠിക്കുന്നു, കൃത്യമായ സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നു. ഇത് തന്നെയായിരിക്കും നിങ്ങളെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക, കറക്റ്റ് റിസൾട്ടിലേക്ക് എത്താൻ പറ്റുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു സെക്ഷനിൽ നമുക്ക് മീറ്റ് ചെയ്യാം. Thank you all and happy learning.